എന്തൊക്കെയായിരുന്നു വീരവാദം? 100% കൃത്യതയോടെയാണ് ഓപ്പറേഷൻ. മുൻപ് സംഭവിച്ച വീഴ്ചകളൊക്കെ ഇത്തവണത്തേൽ തീർക്കുമെന്നു. ഇനി കാര്യങ്ങളൊക്കെ കൈക്കുള്ളിലാണെന്നും. എന്നിട്ടിപ്പോൾ എന്തായി? അന്ന് ആ വീട് സെർച്ച് ചെയ്തപ്പം ഞാനും തിരിച്ചറിച്ചു ഒക്കെ നിന്റെ മിടുക്കാണെന്ന്. തെളിവുകളുടെ ഒരു നിഴൽ പോലും അവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായി, നിന്നെ വിറ്റ കാശുള്ള ആരോ ഒരാൾ ഇതിന്റെ പിറകിലുണ്ടെന്ന്. നമ്മുടെ എല്ലാ നീക്കങ്ങളും അയാൾ അറിയുന്നുമുണ്ട്. കാര്യത്തിന്റെ സീരിയസ്നെസ് പറഞ്ഞിട്ടും നീ എന്തോ ഒരു കുറുക്കുമില്ലാതെ നിൽക്കുന്നേ. എന്തെങ്കിലും ഒന്ന് പറവല്ല. ആദ്യം പാപ്പ പറഞ്ഞു തീർക്ക, എന്നിട്ട് ഞാൻ സംസാരിക്കാം. ബെല്ല, ഇതെല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞിട്ട് ആരോ കളിക്കുന്ന കളിയാ. അങ്ങനെ ഒരാൾ കളിക്കുന്നുണ്ടെങ്കിൽ ആ കളി തീക്കളിയാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. എന്ത് മനസ്സിലാക്കി കൊടുക്കുന്നു? നിന്റെ കയ്യിൽ നിന്ന് ഇത് പോയി കഴിഞ്ഞു. ബോളിപ്പം മറ്റാരുടെയോ കോർട്ടില്ല. കെവിൻ, ഋഷിയല്ല ഇതിന്റെ പിറകിലെന്ന് ഉറപ്പാണോ? സാറേ, ഞങ്ങൾ ഋഷിയെ സംശയിച്ചിരുന്നു. പക്ഷേ ഇതിപ്പോ ഋഷിയല്ല, ഉറപ്പാ. എങ്കിൽ പിന്നെ സംശയിക്കണ്ട. ഇതാ ഹരിയൊക്കെ കൂടി നടത്തുന്ന നാടകമാണ്. അല്ല, ഋഷിയുടെ മരണത്തിൽ അവർക്ക് എന്തോ സംശയം വന്നിട്ടുണ്ടാവും. സത്യാവസ്ഥ അറിയാൻ വേണ്ടി അവരിടുന്ന ചൂണ്ടയത് നമ്മളത് കയറി കൊത്തി. ആര് കൊത്തിന്ന്? ആ ചൂണ്ടയും പൊട്ടിച്ച് നമ്മൾ അങ്ങ് പോവും. അവർക്കൊരു ചൂണ്ട നഷ്ടമായി. പാപ്പൻ ചുമ്മാ പേടിക്കാതെ. പേടിക്കാതെന്നോ? നോക്ക്, നമ്മളെല്ലാവരും അകത്തു പോകുന്ന കേസായത്. എനിക്ക് തോന്നുന്നത് അവൻ ആ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന. പക്ഷെ ഇനിയൊരു സെർച്ച് ഒന്നും പറഞ്ഞ് എനിക്കവിടെ ചെല്ലാൻ പറ്റില്ല. പാപ്പം പോണ്ട. പക്ഷേ അവിടെ ഒരു സെർച്ച് ഉണ്ടാവും. അന്വേഷണ ചുമതല എനിക്കാ. പിന്നെ വേറെ ആരാ അവിടെ കയറി സെർച്ചിന് പോകാൻ പോന്നെ? അരുന്ധതി. എന്ത്? ഋഷിയുടെ അമ്മ അരുന്ധതി. ചന്ദ്രോത്തേക്ക് അവര് പോവുക. അവിടെ നടക്കുന്നതൊരു നാടകമാണെങ്കിൽ ആ നാടകത്തിന് കർട്ടൻ ഇടും അരുന്ധതി.